ഹലോ, ഗുഡ് ഈവനിങ്. ഇവിടെ ഇപ്പോൾ സമയം ഏകദേശം 4 മണിയായിട്ടോ. ഞങ്ങളിതാ ഇവിടെ അപ്പാർട്ട്മെൻറ്റിനുള്ളിൽ തന്നെ ഒരു പ്ലേ ഏരിയയിലേക്ക് പോവുകയാണ്. അതിനുള്ള പരിപാടിയിലാണ്. ഇപ്പോൾ ഒന്ന് പുറത്തിറങ്ങണേ തന്നെ ഷൂ, സോക്സ്, ജാക്കറ്റ് എന്ന് പറയുന്ന പോലെ എല്ലാം വാരി വലിച്ചിടേണ്ട അവസ്ഥയാണ്. കാരണം ഓരോരോ ദിവസം കൂടുന്തോറും തണുപ്പ് ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. അതാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്. ഈ പുറത്തിറങ്ങണമെങ്കിൽ ഇതെല്ലാം ചുറ്റി വേണം പോവാൻ. അങ്ങനെ ഞങ്ങളിതാ ഫ്ലാറ്റിൻ്റെ പുറത്തെത്തി. ഇതാണ് പുറത്തുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത്. നല്ല രസമാണ്. ചെടികളൊക്കെ നല്ല ഭംഗിയിൽ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇതിങ്ങനെ ഭംഗി തന്നെ കാണാൻ പറ്റും. അങ്ങനെ ഇതാ ഞങ്ങൾ പ്ലേ ഏരിയയിലേക്ക് എത്തി. ഇതൊരു വലിയ കുറേ നീണ്ടുള്ള സ്പേസാണ് കേട്ടോ. ഇവിടെ പ്ലേ ഏരിയ മാത്രമല്ല, എക്സസൈസിന് പറ്റിയ ഏരിയ ഉണ്ട്. പിന്നെ അതേപോലെ കുറേ ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ എന്തെങ്കിലും മീറ്റിംഗ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ എല്ലാം കൂടിയുള്ളൊരു വലിയൊരു ഏരിയ ആണ്. അപ്പോൾ ഇന്നിപ്പോൾ വന്നപ്പോൾ ആരുമില്ല ഇവിടെ. ഇവർക്കിവിടെ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം ഒരുപാട് സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ നല്ല സുഖമായിട്ട് ഓടി നടന്ന് കളിക്കാം. അപ്പോൾ 2 പേർക്ക് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിട്ട് ഭയങ്കര വേഗം തന്നെ റെഡിയായി വരും. പിന്നെ ഈ ജാക്കറ്റൊക്കെ ഇടിക്കുന്നത് വെറുതെയാണ്. അല്ലിക്ക് അത് തീരെ ഇഷ്ടമല്ല ഇങ്ങനത്തെ ഒന്നും ഇടുന്നത്. തണുപ്പൊന്നും ഒട്ടും പ്രശ്നമില്ലാത്ത ആളാണ്. തണുപ്പില്ല എന്നാണ് പറയുക. എത്ര തണുപ്പായാലും എനിക്ക് തണുക്കുന്നില്ല എന്നോ പറഞ്ഞിട്ട് എല്ലാം ഊരിച്ചാടലാണ് പതിവ്. ഇതാണ് ഇവിടെ നമ്മുടെ എക്സസൈസ് ഏരിയ. ഇവിടെ രാവിലെയൊക്കെ നോക്കുമ്പോൾ എപ്പോഴും ആൾക്കാരെ കാണാം. അപ്പോൾ എന്തായാലും ഇവരെ ഇനി എൻജോയ് ചെയ്യാണ്. ഇവരെ ഇനി നോക്കേണ്ട കാര്യമില്ല, അവരായിക്കോളും. 1 2 3 1 2 3 4 5 6 7 8 9 അങ്ങനെ ഏകദേശം ദീപവട്ടം വരാറായ സമയപ്പോഴേക്കും ഞാൻ വരെ വിളി തുടങ്ങിയതാണ്. ഇതുവരെ വന്നിട്ടില്ല. ഏകദേശം 1.5 മണിക്കൂറായി ഞാൻ വിളിക്കുന്നു. അങ്ങനെ എങ്ങനെയൊക്കെയോ പിടിച്ച് വലിച്ച് വീട്ടിലെത്തി. ഇതിനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. പോയി കഴിഞ്ഞാൽ പിന്നെ വരാൻ 2 പേർക്കും മനസ്സുണ്ടാവില്ല. അവിടെ നിന്ന് ഓടി കളിക്കലാണ് പരിപാടി. പിന്നെ അച്ഛൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വേറെ തന്നെ ഒരു വൈബാണ്. ഓടലും ചാടലും കളിയും ചിരിയും, ഇടയ്ക്ക് കുറച്ച് കരച്ചിലും കേൾക്കാം. അങ്ങനത്തെ കളിയാണ്. അപ്പോൾ ഞാനതിന് ഇടയ്ക്ക് വേഗം പോയിട്ട് ചായ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഇന്നിപ്പോൾ ചായക്ക് സ്പെഷ്യലായിട്ടൊന്നുമില്ല. ഫ്രിഡ്ജിൽ കുറച്ച് ബ്രെഡ് ഉണ്ട്, പിന്നെ പീനട്ട് ബട്ടറും ഉണ്ട്. അതിനോട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിച്ചാൽ മതി എന്ന് വിചാരിക്കുകയാണ്. കാരണം എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ ചപ്പാത്തി ഉണ്ടാക്കണം. അതിനിടയ്ക്ക് ഇനി വേറൊരു കുക്കിങ്ങിനൂടി വയ്യ. അതുകൊണ്ട് ഇന്ന് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയില്ല. ഇത് പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്. മക്കൾക്ക് അത്ര ഇഷ്ടമല്ല. അവർക്ക് ഞാൻ നെയ്യിൽ ജസ്റ്റ് ഇങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുത്തു. അപ്പം ഇന്നത്തെ ചായ പരിപാടി അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കഴിഞ്ഞു കേട്ടോ. എനിക്കും ഇഷ്ടമാണ് ഈ ഒരു കോമ്പിനേഷൻ. ബ്രെഡും പീനട്ട് ബട്ടറും ഉള്ള ഒരു കോമ്പിനേഷൻ നല്ല രസമാണ്. അതിലിങ്ങനെ നട്ട്സ് നമുക്കിങ്ങനെ കിട്ടും. അപ്പോൾ അതിങ്ങനെ കടിച്ച് തിന്നുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ പക്ഷേ കുട്ടികൾക്ക് 2 ആൾക്കും ഇത് ഇഷ്ടമല്ല. അവർക്ക് ജസ്റ്റ് ഇങ്ങനെ ബ്രെഡ് ഫ്രൈ ചെയ്യുന്നത് മാത്രമാണ് ഇഷ്ടം. ഈ ഒരു സമയത്ത് മാത്രമേ ഞങ്ങൾക്ക് ഈ TV കാണാനുള്ള അവസരമുള്ളൂ കേട്ടോ. ബാക്കി എല്ലാ സമയത്തും TVയും റിമോട്ടും ഇവരുടെ കസ്റ്റഡിയിലാണ്. ഫുൾ ടൈം ഏതൊക്കെയോ കിഡ്സ് ചാനലുണ്ട്, അത് തന്നെ പ്ലേ ചെയ്യാണ്. സെയിം റിപ്പീറ്റഡ് ആയിട്ടുള്ള വീഡിയോ തന്നെ ഡെയിലി 3-4 തവണ ഇടുന്നത്. അപ്പോൾ എനിക്കൊക്കെ ഓരോ വീഡിയോയിലെയും ആൾക്കാരിടുന്ന ഡ്രസ്സും അവരുടെ ഡയലോഗും ഒക്കെ അപ്പോൾ ബൈ ഹാർട്ടാണ്. കാരണം ഇതുതന്നെയാണ് ഡെയിലി എടുത്തത്. നമുക്ക് ഇങ്ങനെ ദേഷ്യം പിടിക്കും. പക്ഷേ ഈ സമയത്ത് ഞങ്ങൾ വാശി പിടിച്ച് വാങ്ങിക്കൂ. അപ്പോൾ 2 പേർക്കും രക്ഷയില്ല, അങ്ങനെ തന്ന് തരൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാണുന്നതുകൊണ്ട് സഹിച്ചിരിക്കുകയാണ് അവിടെ. മിക്കവാറും എന്തെങ്കിലും കോമഡി സ്കിറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കാണുക. പിന്നെ ഇടയ്ക്ക് ചിലപ്പോൾ സിനിമ കാണും, പിന്നെ ഏതെങ്കിലും പാട്ടൊക്കെ കേൾക്കും. അതൊക്കെയാണ്. ഇന്നിപ്പോൾ കോമഡിയാണ് കണ്ടത്. നല്ല രസമുണ്ടായിരുന്നു. ഇടയ്ക്കുള്ള സ്കിറ്റൊക്കെ നല്ല രസമാണ്. പിന്നെ ഇപ്പോൾ അമ്പുവിന് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ കുറേ പഠിപ്പിക്കാനുണ്ട്. കാരണം ഇവിടെ അമ്പു ചേർന്നത് 2nd സ്റ്റാൻഡേർഡിലേക്കാണ്. അപ്പോൾ അവൾ ചേരുന്നതിന് മുന്നേ തന്നെ ഇവിടെ ഓൾറെഡി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ മറ്റു കുട്ടികളെ അപേക്ഷിച്ച് അമ്പു കുറേ ഇപ്പോൾ ബാക്കിലാണ്. അവർക്കൊക്കെ ഇപ്പോൾ നന്നായിട്ട് ഇംഗ്ലീഷ് വായിക്കാനും എഴുതാനും ഒക്കെ നന്നായിട്ട് അറിയാം. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് അമ്പുവിനെ കൂടി എത്തിക്കാനുള്ളൊരു ശ്രമത്തിലാണ്. അപ്പോൾ ടീച്ചർ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അമ്പുവിന് നല്ല ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ട്. കുറച്ച് ആയിട്ടേ ഉള്ളൂ, അപ്പോഴത്തേക്കിനെ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ ഞങ്ങളിനിപ്പോൾ ഡിന്നർ പരിപാടിയിലേക്ക് കടക്കുകയാണേ. ചപ്പാത്തി പരത്തലും ചുടലും അതിനിടയ്ക്ക് മുട്ടക്കറി ഉണ്ടാക്കലും എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യലാണ്. ഇനിയിപ്പോൾ ഓൾറെഡി സമയം കുറേ ആയി. കുട്ടികൾക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇതിപ്പോൾ എല്ലാവർക്കും ചപ്പാത്തി ആകുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ചോറിനേക്കാട്ടും ചപ്പാത്തി ഭയങ്കര സന്തോഷമാണ്. പക്ഷേ ഇടയ്ക്ക് മടിയുള്ളപ്പോൾ ഞാൻ ചോറ് ഒരുമിച്ച് അങ്ങ് വെക്കും. അപ്പോൾ പിന്നെ രാത്രി ചോറാക്കും. പിന്നെ മിക്കവാറും ദിവസം ചപ്പാത്തി തന്നെയാണ് രാത്രി ഉണ്ടാക്കുക. അല്ലി ഇപ്പോൾ ചുമ്മാ വെറുതെ ഞങ്ങളെ കൂടെ വന്നിരിക്കുകയാണ് കേട്ടോ. കുറേയൊക്കെ വാരി എന്തൊക്കെയോ കടിച്ചൊക്കെ കളിക്കും. പിന്നെ ഇതൊക്കെ ഞങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വേറെ വാരി കൊടുക്കണം, അല്ലാതെ ഫുഡ് അകത്തെത്തൊന്നുമില്ല. പക്ഷേ എല്ലാവരുടെ കൂട്ടത്തിൽ ആൾക്കാർ
ആൾക്കാർക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് തന്നെ ഇരിക്കണം. അത് ഭയങ്കര നിർബന്ധമാണ്. അത് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും കൂട്ടത്തിൽ ഇങ്ങനെ ഇരിക്കാനും കഴിക്കാനും ഒക്കെ. അല്ലിക്കുട്ടി അപ്പോൾ ഭക്ഷണമൊന്നും ഒറ്റയ്ക്ക് നിന്ന് കഴിച്ചിട്ടില്ലെങ്കിലും ആ ഇരുന്ന സ്ഥലമൊക്കെ നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ. പിന്നെ അത് ക്ലീൻ ചെയ്തെടുക്കൽ ഒരു ടാസ്ക്കാണ്. മൊത്തം നിലത്തൊക്കെ തൊയിച്ചിട്ട് കുറച്ച് പോലും വായിലെത്തിയിട്ടുണ്ടാവില്ല. എല്ലാം നിലത്ത് വാരി വലിച്ചിട്ട് അങ്ങനെയാണ് ഉണ്ടാവുക. പിന്നെ അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും അതിനിടയ്ക്ക് ആൾക്കാർ പിന്നെ എന്തെങ്കിലുമൊക്കെ എടുത്ത് വലിച്ച് താഴെയിട്ട് എവിടെയെല്ലാം കയ്യിലെത്തുന്ന ഹൈറ്റിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒന്നും ഒളിപ്പിച്ച് വെക്കാൻ പറ്റില്ല, എല്ലാം വലിച്ചിടുകയാണ് പതിവ്. പിന്നെ അത് എന്നോട് ഉറക്ക് വരുന്നു എന്നൊക്കെ പറഞ്ഞു, വിരിച്ച് ഉറക്ക് വരുന്നു എന്നൊക്കെ പറഞ്ഞു. ചുമ്മാ പറയാണ്, വെറുതെ ഇങ്ങനെ ചുരുണ്ടുകൂടി കിടന്ന് പിന്നെ എണീച്ചിങ്ങ് പോരും. അപ്പോൾ എന്തായാലും ഞാൻ വിരിച്ചു കൊടുത്തു. പിന്നെ എന്നോട് വേഗം എനിക്ക് നല്ല തണുക്കുന്നു പുതപ്പിച്ചതാന്ന് പറഞ്ഞ് ഗുഡ് നൈറ്റൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ് കിടന്നു. പിന്നെ ഏകദേശം എല്ലാവരും കുറച്ച് കഴിഞ്ഞപ്പോൾ കിടന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ ഒരു വൈകുന്നേരത്തെ വിശേഷം എന്ന് പറയുന്നത്. ഇന്ന് ആക്ച്വലി ഒന്ന് പുറത്ത് പോകണം എന്ന് വിചാരിച്ചിരുന്നു. സാധനങ്ങളൊക്കെ കുറച്ച് തീർന്നിരുന്നു. പക്ഷേ പിന്നെ വിചാരിച്ച മടിയായി, അങ്ങനെ പോയില്ല. എനിവേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക് യു.